ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചത്. ഒപ്പം ഭരണസമിതിയും പിരിച്ചുവിട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ശ്വേതാമോഹൻ പൃഥ്വിരാജിന്റെ പേര് പറയുന്നു, രഞ്ജിനി ശ്വേതാമോഹന്റെ പേര് പറയുന്നു. ഒരു നടന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അതേ വ്യക്തി ആ നടന്റെ പേര് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് തെറ്റായ കാര്യമല്ലേ? അതിനാൽ അങ്ങനെ തെറ്റുകൾ അവർക്കും സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ നഷ്ടമാവുന്നത് ഒരു കുടുംബമാവും. ഒരു വ്യക്തിയുടെ ഭാര്യ, കുട്ടികൾ, അവരുടെയെല്ലാം ജീവിതത്തിലെ മനസ്സമാധാനമാണ് തെറ്റായ ആരോപണത്തിലൂടെ നശിക്കുന്നത്. ഒരു വാക്ക് മതി എല്ലാം അവസാനിക്കാൻ, മല്ലിക സുകുമാരൻ പറയുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന വിഷയത്തിൽ ഏറെ വേദനയുണ്ടെന്ന് മല്ലിക പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇത്രയും താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതും വിഷമം ഉണ്ടാക്കുന്നു. ഏത് സംഘടനയായാലും പെരുമാറ്റത്തിലും സംസാരത്തിലും അല്പം മാന്യതയും സഭ്യതയും ഉണ്ടാവണം. അനാവശ്യമായി സംസാരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട ദിവസം പൃഥ്വിരാജ് അടുത്ത പ്രസിഡന്റ് ആവണമെന്ന് നടി ശ്വേതാമേനോൻ പറഞ്ഞിരുന്നു. അത് വൈറലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് മല്ലിക സുകുമാരൻ പറയുന്നത് അത്തരം പദവികൾ രാജുവിന് വേണ്ട എന്നാണ്. രാജു കുറെ കാലമായി ഇവിടെയുണ്ട്. ഇത്രയും കാലം തോന്നാത്ത ഒരു സ്നേഹം ഈ കാര്യത്തിന് എന്തിനാണെന്ന് അറിയില്ല. അവൻ ജോലി ചെയ്തു ജീവിക്കട്ടെ. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇവിടെയുണ്ട്. അവർ തന്നെ ഭരിക്കട്ടെ. തിരഞ്ഞെടുപ്പിലൂടെ നല്ല ആളുകൾ തന്നെ ഭരണത്തിൽ വരേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും കഴിവുകൾ നോക്കി വോട്ട് ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ ഭരണത്തിലെത്തുവാൻ വേണ്ടി അവർ വളഞ്ഞ വഴികൾ സ്വീകരിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവർ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, സംസാര രീതിയും തെറ്റായ ഭാഷയുമെല്ലാം ഇത്തരത്തിൽ കുഴപ്പമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ പലരും ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. അത്രയും മോശം അനുഭവങ്ങൾ ഉണ്ടായതിനാലാണ് ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നും മല്ലിക സുകുമാരൻ പറയുന്നു.